ഇപ്പോൾ നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം ഡോക്ടർ മോഹൻ വർഗീസ്. ഇപ്പോഴിതാ ഈ പശ്ചിമേഷ്യയിൽ മാസങ്ങൾ നീണ്ടുനിന്ന സംഘർഷം അത് അവസാനിപ്പിക്കാനായി ചർച്ചകൾ അത് പുനരാരംഭിച്ചിരിക്കുകയാണ്. രണ്ടാം ഘട്ടം ഇനി ഇപ്പോൾ നടക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും 60 ദിവസത്തിനുള്ളിൽ ഒരു പൂർണ്ണ സമാധാനത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ചില അസ്വാരസ്യങ്ങൾ ചർച്ചകൾക്കിടയിൽ ഉണ്ടാകുന്നു. ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ചില കടുത്ത വാക്കുകൾ വരുന്നു. അത് ഇറാൻ്റെ ഭാഗത്തു നിന്നും നിയന്ത്രിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും അതേസമയം ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചർച്ചകൾ ഇനിയിപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ചർച്ചകൾ എത്തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നാം ഘട്ട ചർച്ചകൾ ജനീവയിൽ അവസാനിച്ചു കഴിഞ്ഞു. ചർച്ചയിൽ പുരോഗതി കാര്യമായി ഉണ്ടായതായി അറിവില്ല എങ്കിൽ പോലും അസുഖകരമായ പല സംഭവവികാസങ്ങളും ചർച്ച മധ്യേ ഉണ്ടായി. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന ചില അസ്വസ്ഥജനകമായ പ്രസ്താവനകൾ. ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുന്ന തീരുമാനത്തിലേക്ക് വരെ വീണ്ടും അടയ്ക്കുന്ന തീരുമാനത്തിലേക്ക് വരെ ഇറാൻ എത്തുന്നതിലേക്കാണ് അത് കലാശിച്ച് നിർത്തിയത്. പക്ഷേ ഖത്തറിന്റെ പാകിസ്ഥാന്റെ മുഖ സമയോചിതമായ ഇടപെടൽ കാരണം ഇറാനെ അനുനയിപ്പിക്കാനായി വീണ്ടും ചർച്ചാ വേദിയിലേക്ക് വന്നു. ഏതാണ്ട് 80 മിനിറ്റോളം നീണ്ടുനിന്ന ആദ്യ റൗണ്ട് ചർച്ചയിൽ ചില കാര്യങ്ങൾ ധാരണയായതായി പൊതുവെ പറയപ്പെടുന്നു. അതിലൊരു കാര്യം $6 ബില്യൺ ഖത്തറിൽ നിന്നും റിലീസ് ചെയ്യാനുള്ള ഇറാന്റെ ആസ്തികളുടെ $6 ബില്യൺ വർത്ത് ഓഫ് ഇറാനിയൻ അസറ്റ്സ് അത് റിലീസ് ചെയ്യാൻ ഏകദേശം തത്വത്തിൽ ധാരണയായതായി പറയുന്നു. അതേസമയം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ അറ്റാക്ക്, ലെബനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക്, അത് വലിയൊരു കീറാമുട്ടിയായി അവശേഷിക്കുകയാണ്. ചർച്ചകളുടെ മധ്യേ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം കടുപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ ഇറാൻ ഒരു കൃത്യമായ നിലപാടെടുത്തു. ആക്രമണം തുടരുന്ന സ്ഥിതിക്ക് ചർച്ചകളിൽ നിന്നും ഒരുപക്ഷെ തങ്ങൾ വിട്ടുനിൽക്കും എന്ന സൂചന വരെ ഇറാൻ നൽകി. അപ്പോഴും വീണ്ടും ഖത്തറും പാകിസ്ഥാനും അനുനയിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. അതുകൊണ്ട് ഹോർമോസ് തങ്ങൾ അടയ്ക്കും. ഈ ആക്രമണം ഇതുപോലെ തുടർന്നാൽ ഹോർമോസ് വീണ്ടും അടയ്ക്കാൻ തങ്ങൾ നിർബന്ധിതരാകും എന്ന നിലയിലേക്ക് ഇറാൻ എത്തി. അപ്പോൾ ഒരു ഘട്ടത്തിൽ ചർച്ചകൾ പൂർണ്ണമായി വഴിമുട്ടുന്നു എന്ന അന്തരീക്ഷം വരെ ഉണ്ടായി. പക്ഷേ സമയോചിതമായ ഇടപെടൽ കാരണം ചർച്ചകൾക്ക് മുന്നോട്ട് പോകാനായി. പക്ഷെ അടുത്ത റൗണ്ട് ചർച്ചകൾ ഇനി നടക്കേണ്ടതുണ്ട്. അതിനുള്ളിൽ നിർണായകമായ തീരുമാനം എന്നത് ഒരു ഹൈ പവർ കമ്മിറ്റിയുടെ നിയമനമാണ്. ചർച്ചകൾക്ക് 2 റൗണ്ട് ചർച്ചകൾക്ക് മധ്യേ ഉള്ള കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറുതും വലുതുമായ സംഘർഷങ്ങൾ, ഇതേക്കുറിച്ച് 2 കക്ഷികൾക്കും ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ ഹൈ പവർ കമ്മിറ്റിയെ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കാനുള്ള ഒരു ധാരണയാണ് ഉണ്ടായത്. ഹൈ പവർ കമ്മിറ്റിയുടെ ഈ മാൻഡേറ്റിനെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ ചർച്ച ഒരു തുടർ പ്രക്രിയയാണ് എന്നും 2 മാസം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ചർച്ചകൾ അതിനിടയിൽ വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല കൂടിയുണ്ട്. അതുകൊണ്ട് സംഘർഷം തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതീവ നിർണായകമായ ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ആണവ വിഷയത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടാകുന്നത്? ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുമെന്ന ഒരു ഉറപ്പും ഇറാൻ നൽകിയിട്ടില്ല. ഇപ്പോൾ ആകെ ഇറാൻ നൽകിയ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന കൃത്യമായ ഉറപ്പ് 14 ഇന നിർദ്ദേശങ്ങൾക്കകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 14 നിർദ്ദേശങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന 14 ഇനങ്ങൾ, 14 ആവശ്യങ്ങൾ അല്ലെ 14 വസ്തുതകൾ, ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെട്ടു. അതിൽ പല കാര്യങ്ങളും അംഗീകരിക്കപ്പെടും എന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ധാരണാപത്രം. ഈ ധാരണാപത്രം മാത്രമാണ് ഇതുവരെ ഒപ്പുവയ്ക്കപ്പെട്ടിട്ടുള്ളത്. ധാരണാപത്രമാണ് ഡൊണാൾഡ് ട്രംപ് പാരീസിൽ ഇരുന്നുകൊണ്ടും ഇറാന്റെ നേതാക്കൾ ടെഹ്റാനിൽ ഇരുന്നുകൊണ്ടുമാണ് സമാധാന ചർച്ചയിൽ ആദ്യ ഘട്ടത്തിൽ ഈ ധാരണയിലെത്തുന്നത്. പിന്നീടാണ് ജനീവയിൽ എത്തിച്ചേരുകയും അവർ പരസ്പരം മധ്യസ്ഥരെ വിവരങ്ങൾ അറിയിക്കുകയും അതുപോലെ ഒരു സറഗേറ്റ് മെത്തേഡിൽ ചർച്ചകൾ മുന്നോട്ട് പോയി. പക്ഷെ ആ ചർച്ചയ്ക്കായി മുഹമ്മദ് ഗാലിബാഹ് ഇറാന്റെ പാർലമെന്റിന്റെ സ്പീക്കറാണ്, മജ്ലിസിന്റെ സ്പീക്കറാണ്. അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമുണ്ട്. അതുപോലെ അമേരിക്കയെ ഏറ്റവും വലിയ ഉന്നതതല സംഘത്തെ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നയിക്കുന്ന ഒരു സംഘമാണ്. അതിൽ മുൻ ചർച്ചകൾക്ക് മുൻപ് നേതൃത്വം നൽകിയിരുന്ന സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും അമേരിക്കയ്ക്കും ഇറാനും എത്തിച്ചേരാവുന്ന ഏറ്റവും നല്ല ഒരു നെഗോഷിയേറ്റിംഗ് ടീമിനെ തന്നെയാണ്
വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ഇവരാരും അപരിചിതരായ ആളുകളല്ല, എത്രയോ വട്ടം നേരത്തെ ചർച്ച നടത്തിയതുമാണ്. അടിസ്ഥാനമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള ഒരു ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് രണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ പാകിസ്ഥാനും ഖത്തറും തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇനിയും അത് തുടരുമെന്ന രീതിയിൽ തന്നെയാണ് സൂചനകൾ. പക്ഷെ അതുകൊണ്ട് 3 വിഷയങ്ങളിലാണ് ഇപ്പോൾ കാര്യമായ ധാരണ ഉണ്ടാകേണ്ടത്. ഒന്ന്, ലെബനനിൽ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അറ്റാക്ക്, അതിന് അമേരിക്ക എന്ത് രീതിയിലുള്ള ഉറപ്പുകൾ നൽകാനാവും? കാരണം ഇസ്രായേൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ഇസ്രായേലിന്റെ സെക്യൂരിറ്റി പെർസെപ്ഷൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിന് മാത്രം ബാധകമാകുന്ന കാര്യമാണ്. അത് അമേരിക്കയ്ക്ക് നേരിട്ട് ബാധകമാകില്ല. പക്ഷേ സൗഹൃദ രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിനെ എത്രത്തോളം അമേരിക്കയ്ക്ക് വരുതിയിൽ നിർത്താൻ കഴിയും? ഇപ്പോൾ തന്നെ ട്രംപും നെതന്യാഹുവും തമ്മിൽ പല ആവർത്തി രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ആക്രമണം നിർത്തിവെക്കുന്നതിനോട് യോജിപ്പില്ല. പക്ഷെ അമേരിക്കയും ഇറാനും തമ്മിൽ കരാർ എത്തി നിന്നാൽ അതിൽ മുഖം നഷ്ടപ്പെടുന്ന ഇസ്രായേലിനാണ്. ഇപ്പൊ ഇസ്രായേലിനുള്ളിൽ തന്നെ കഴിഞ്ഞ ദിവസം ഹീബ്രു സർവകലാശാലയിൽ നടന്ന ഒരു വിശാലമായ അഭിപ്രായ വോട്ടെടുപ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ലഭിക്കുന്ന പിന്തുണ വളരെ പരിമിതമാണെന്ന് കാണാം. ഇവിടെ ഇറാൻ യുദ്ധത്തിൽ വലിയ മേൽക്കൈ നേടി എന്ന് ഇസ്രായേലിലുള്ള 92% ആളുകളും ഇപ്പോൾ ചിന്തിക്കുന്നു. അത് മാത്രമല്ല, അമേരിക്കയ്ക്ക് മുഖം നഷ്ടപ്പെടുന്നു, ട്രംപിന്റെ നയങ്ങൾ പാളുന്നു എന്നതും ഈ സർവേയിലെ നിഗമനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എത്രത്തോളം ആ ജനതയെ ഒരുമിച്ച് നിർത്താൻ കഴിയും, എത്രത്തോളം ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ കഴിയും, അവിവേകം എന്തെങ്കിലും കാട്ടുമോ? അതുകൊണ്ട് കൂടുതൽ വലിയ ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണെങ്കിൽ, ലെബനനിലെ ആക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാൻ പൂർണ്ണമായി ചർച്ചകളിൽ നിന്നും വിട്ടു നിൽക്കും എന്ന പ്രതീക്ഷയാണ് ഇസ്രായേലിന്റെ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ രീതിയിൽ അങ്ങനെ പ്രകോപനങ്ങളോ സമ്മർദ്ദങ്ങളോ അതിജീവിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും എത്രത്തോളം ചർച്ചകളുമായി മുന്നോട്ട് പോകാനാവും എന്നതും ചോദ്യമാണ്. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ അവർ ഡയറക്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. ഈ പ്രതിസന്ധിയുടെ തിക്തഫലം കൂടുതലും അനുഭവിക്കേണ്ടി വന്നത് GCC മേഖലയിലെ 6 രാജ്യങ്ങൾക്കാണ്. അവർ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യമാണ് ഖത്തർ. ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, അതുപോലെ ബഹ്റൈൻ, കുവൈറ്റ്, ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് മേലും ഇറാന് മേലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കാരണം വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്. 14 ഇന നിർദ്ദേശങ്ങളിലെ ആദ്യ ഇനം തന്നെ മേഖലയിൽ സമാധാനം ഉണ്ടാകണം. മേഖല എന്ന് പറയുമ്പോൾ GCC മേഖല മാത്രമല്ല, പേർഷ്യൻ ഗൾഫ് മേഖല മാത്രമല്ല, ഇസ്രായേലിനോട് ചുറ്റുപാടുമുള്ള ജോർദൻ, ലെബനൻ, ആ മേഖലയിൽ സമാധാനം ഉണ്ടാകണം. അതിന് ഏതെങ്കിലും രീതിയിൽ ഭ്രംശം സംഭവിച്ചാൽ അത് അമേരിക്ക ഇടപെട്ടത് പരിഹരിക്കും എന്ന ഒരു ഉറപ്പ് മാത്രമേ അമേരിക്കയ്ക്ക് കൊടുക്കാനാവൂ. അത് എത്രത്തോളം അമേരിക്കയ്ക്ക് പാലിക്കാനാവും എന്നതിലും നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ സന്നിഗ്ധ അവസ്ഥ ഇപ്പോഴും തുടരുന്നു. പക്ഷെ ഒരു റൗണ്ട് ചർച്ച പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അടുത്ത റൗണ്ട് ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ ഭാഗികമായ രീതിയിൽ ആശ്വസിക്കാനും വകയുണ്ട്. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.